നമ്മളിന്ന് എത്തിയിരിക്കുന്നത് കോതമംഗലം പല്ലാരിമംഗലത്ത് സ്ഥിതി ചെയ്യുന്ന പല്ലാരിമംഗലം ശിവക്ഷേത്രത്തിലാണ്. പാടങ്ങൾക്ക് നടുവിലൊരു കുഞ്ഞു ക്ഷേത്രം, വളരെ മനോഹരമായിട്ടൊരു ക്ഷേത്രമാണിത്. ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നതിൻ്റെ കാരണം എൻ്റെ ഫോളോവറായ വിഷ്ണു എന്ന് പറഞ്ഞ വ്യക്തിയാണ്. എനിക്കൊരിക്കലും വിഷ്ണുവിൻ്റെ മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിൽ കിട്ടി. ഇവിടെ നല്ലൊരു ക്ഷേത്രമുണ്ട്, ഒന്ന് വന്ന് കാണണമെന്ന് പറഞ്ഞു. പിന്നൊന്നും നോക്കിയില്ല. ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 42 കിലോമീറ്റർ അകലെയാണെങ്കിലും രാവിലെ തന്നെ വണ്ടിയെടുത്ത് നേരെ ഇങ്ങോട്ടേക്ക് പോന്നു. ഇന്ന് ശിവരാത്രി കൂടെ ആയതിനാൽ ഈ ക്ഷേത്രം സന്ദർശിക്കാൻ പ്രത്യേക ഒരു സന്തോഷം കൂടെ ഉണ്ടായിരുന്നു. ഇവിടെ 2 പ്രധാന പ്രതിഷ്ഠകളുണ്ട്, മഹാദേവനും മഹാവിഷ്ണുവും. ശിവനും വിഷ്ണുവും ഒരേ ക്ഷേത്ര പരിസരത്തിൽ ആരാധിക്കപ്പെടുന്നത് ഭക്തർക്കൊരു പ്രത്യേക ആത്മീയ അനുഭവമാണ്. ശൈവ വൈഷ്ണവ ഐക്യത്തിന്റെ പ്രതീകമായി ഈ ക്ഷേത്രം നിലകൊള്ളുന്നു. പഴക്കമുള്ള ഈ ക്ഷേത്രം കേരളത്തിന്റെ പരമ്പരാഗത ശൈലിയിൽ നിർമ്മിച്ചതാണ്. ശ്രീകോവിൽ, നാലമ്പലം, ചുറ്റമ്പലം എല്ലാം ലളിതമാണെങ്കിലും ഭംഗിയാർന്ന രീതിയിലാണ് പണിയെടുപ്പിച്ചിരിക്കുന്നത്. വലിയ ആഡംബരമൊന്നുമില്ല, പക്ഷേ ഒരു ആത്മീയ തീവ്രത ഇവിടെ നിൽക്കുമ്പോൾ ഓരോ നിമിഷവും നമുക്ക് അനുഭവിക്കാം. പ്രദോഷവും മഹാശിവരാത്രിയും ഇവിടെ ഭക്തിപൂർവ്വം ആഘോഷിക്കപ്പെടുന്നു. നാട്ടുകാരുടെ വിശ്വാസവും ഭക്തിയും തന്നെയാണ് ഈ ക്ഷേത്രത്തിന്റെ ശക്തി. വീഡിയോ ഷൂട്ടിനായി എനിക്ക് സഹായം ചെയ്ത ആ ഇൻസ്റ്റാഗ്രാം ഫോളോവർ വിഷ്ണു ഓരോ സ്ഥലവും കൃത്യമായി കാണിച്ചു തന്നു, വിവരങ്ങൾ പറഞ്ഞു തന്നു, ഷൂട്ട് ചെയ്യാൻ വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു. പക്ഷേ ഇതിലേറ്റവും എക്സൈറ്റഡ് ആയ കാര്യം എന്തെന്ന് വെച്ചാൽ വിഷ്ണുവായിട്ട് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹം ഈ ക്ഷേത്ര കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആണെന്നുള്ളത്. അത് അത്ര വലിയൊരു ഉത്തരവാദിത്തം വഹിക്കുന്ന ആളാണെങ്കിലും അത്രയും സിമ്പിളും ഹമ്പിളുമായ ഒരാൾ. യാതൊരു ഔപചാരികതയും ഇല്ലാതെ വളരെ സൗഹൃദപരമായി എല്ലാം പറഞ്ഞു വന്നു. ചില ക്ഷേത്രങ്ങൾ അതിന്റെ വലിപ്പം കൊണ്ടല്ല അറിയപ്പെടുന്നത്, അവിടെയുള്ള ആളുകളുടെയും അവിടുത്തെ ആത്മീയതയും കൊണ്ടാണ്. കോതമംഗലത്തെ പല്ലാരിമംഗലം ശിവക്ഷേത്രം ഒരു ചെറിയ ക്ഷേത്രമാണെങ്കിലും ഒരു വലിയ അനുഭവം തരുന്നതാണ്. ഈ വരുന്ന ഫെബ്രുവരി 24 ഇവിടുത്തെ ഉത്സവം കൊടിയേറുന്നത്. അപ്പോൾ കോതമംഗലം വരുന്നവർ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു ക്ഷേത്രം കൂടിയാണിത്.